മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണന് ഇതുവരെയും നടുക്കം വിട്ടുമാറിയിട്ടില്ല. തീപിടിച്ച കരിമരുന്ന് പുരയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എരുമപ്പെട്ടി കരിയന്നൂർ സ്വദേശി കൃഷ്ണൻ. ചൂടുകൊണ്ട് പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഉച്ചയൂണും കഴിഞ്ഞ് കരിമരുന്ന് പുരയിലിരുന്ന് മരുന്ന് പൊടിക്കുകയായിരുന്നു കൃഷ്ണൻ. 3:30യോടെയാണ് ശക്തമായ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടത്. പ്രകമ്പനത്തിൽ തെറിച്ചു വീണ കൃഷ്ണൻ കണ്ടത് അല്പം അകലെയുള്ള വെടിമരുന്ന് നിറയ്ക്കുന്ന പുരയുടെ ഭാഗത്ത് വാനോളമുയർന്ന തീഗോളമാണ്. ഇതോടൊപ്പം കൃഷ്ണൻ പണിയെടുത്തിരുന്ന പുരയിലെ കരിമരുന്നിലും തീപിടിച്ചിരുന്നു. ഇതോടെ എഴുന്നേറ്റോടി. ഇതിനിടയിൽ തുടർച്ചയായ സ്ഫോടനങ്ങളുണ്ടായി. 1 കിലോമീറ്ററോളം ദൂരത്തിൽ താൻ ഓടിയെന്ന് കൃഷ്ണൻ പറയുന്നു. ഞാൻ തീയാഴ്ച കണ്ട് അവിടെ തീയാഴ്ച പറഞ്ഞാൽ ഓടിപ്പോയത്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, പിന്നെ പുറത്തേക്ക് ഓടിപ്പോയി. ഒരിക്കലും പരിപാടി അത് ബന്ധം ഉണ്ടായിരുന്നൊരു എനിക്കറിയില്ല. തീ വന്നു ഞാൻ ഓടി. എവിടെയാണ് എന്താണ് ഞാൻ നോക്കിയില്ല. ഞാൻ എന്റെ സാരി കൊണ്ട് ഓടി. കരിമരുന്ന് പൊടിച്ചു നിറയ്ക്കലായിരുന്നു കൃഷ്ണന്റെ പണി. കൃഷ്ണൻ തനിച്ചായിരുന്നു ഈ പുരയിൽ പണിയെടുത്തിരുന്നത്. കുറച്ചു ദൂരത്തിലുള്ള നിറപ്പുരയിലാണ് ആദ്യം സ്ഫോടനമുണ്ടായതെന്ന് കൃഷ്ണൻ പറയുന്നു. പൊട്ടിത്തെറിക്കുന്ന ഡൈന, കുഴിമിന്നൽ, അമിട്ട്, ഗുണ്ട് എന്നിവ നിറയ്ക്കുന്ന പുരയാണ് നിറപ്പുര. ഇതിലാണ് സ്ഫോടക വസ്തുക്കളുള്ളത്. മറ്റു ഷെഡുകൾ പടക്കവും തിരിയും ഉണ്ടാക്കുന്നവയായിരുന്നു. 1.5 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന 5 ഷെഡുകളും പൊട്ടിത്തെറിയിൽ പൂർണ്ണമായും തകർന്നു. 40ഓളം പേർ ഉണ്ടായിരുന്നതായാണ് കൃഷ്ണൻ ഓർക്കുന്നത്. 5 വർഷമായി കൃഷ്ണൻ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പണിയെടുത്തു വരുന്നു. അപകടത്തിന്റെ നടുക്കം വിട്ടുമാറാത്ത കൃഷ്ണൻ ആരോടും അധികം സംസാരിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. TCV, എരുമപ്പെട്ടി.